ഗൈസ്, അപ്പം ഞങ്ങളിത് ഡോഗ് മീറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. കെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഡോഗ് മീറ്റിന് എന്നാ റേറ്റ്? ഇതിനകത്ത് എല്ലാം പട്ടിയിറച്ചിയാണ്. ഈ ഇതൊരു പട്ടിയുടെ കാലാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഇരിക്കുന്ന പുഴുക്കളെ കണ്ടാ എങ്ങോട്ടാ ഇതായിട്ടാ? ഇവിടെ വേറെ സൈസ് പാറ്റ പോലത്തെ സാധനം. വാട്ട് ഈസ് ദിസ്? ദൈവമേ, ഇതിന് സാധനം പുഴുടാ. ഇത് വലിയ പുഴു. ഇത് എന്റെ വിരലിന്റെ നീട്ടുണ്ട് സാധനത്തിന്. ഹൗ മച്ച് ഫോർ 1 കിലോ? 100. ഓക്കെ, 300 4 കിലോ അല്ലേ? ചാടി പോന്നു. അപ്പൊ ഞങ്ങളുടെ കൊയ്മ മാർക്കറ്റിൽ തൊട്ടിട്ടുണ്ട്. ഇനി തൊട്ട് ഫുള്ള് വെറൈറ്റി ആയിരിക്കും. വെറൈറ്റി, അതായത് പട്ടി ഇറച്ചി, പുഴു, പാറ്റ, സകല ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഞങ്ങള് ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ പട്ടിയിറച്ചി എന്തായാലും കഴിച്ചിട്ടാ പോകുന്നുള്ളൂ. അപ്പോൾ പട്ടിയിറച്ചി ഇവിടെ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് മറ്റേ കുക്ക് ചെയ്ത പട്ടിയിറച്ചി കിട്ടുന്ന ഇവിടുത്തെ ലോക്കൽ ഹോട്ടലുകളിൽ മാത്രമാണ് പട്ടിയിറച്ചി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഷായിച്ചൻ്റെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് താഴെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ട് ഒരു പ്ലേറ്റ് മേടിച്ച് എന്തായാലും കഴിച്ചു കിട്ടാൻ പോകുന്നുള്ളൂ അല്ലേ? അതെ. അപ്പോൾ ഇത് ഇനി ഇവിടുന്ന് കാഴ്ചകൾ തുടങ്ങുവാണ്. അപ്പോൾ ഇതെന്താണ്? മുളക് എന്തോ അല്ലേ? ഇത് തേനീച്ച കൂടുതൽ. തേനീച്ചാണ്. തേനീച്ചല്ല, ഈച്ചത്. ഈച്ച. ഇതെന്താ സാധനം? ഈ ഇതേ പുഴു. ഹൈറ്റടാ അടുത്ത വേറെ പുഴു. ഇത് വലിയ ടൈപ്പ് പുഴുവേ. ജീവനുണ്ടോ? പിന്നെ മുളക് തിരുമ്മി വെച്ച് കാണാണോ? അല്ലല്ലോ, പിന്നെ ഈ ജീവനുള്ള അങ്ങനെ മുളക് തിരുമ്മി വെക്കണം. പുഴുവിന്റെ വെറൈറ്റി സാധനങ്ങളുള്ളൂ കേട്ടോ അവിടെ. ദൈവമേ, ഇതിന് സാധനം പുഴുടാ. ജീവനുണ്ട്. ഇത് വലിയ പുഴു. ഇത് എന്റെ വിരലിന്റെ നീട്ടുണ്ട് സാധനത്തിന്. വേവിച്ചല്ലോ കിട്ടുവാണ് തിന്നു തുറന്നു. ഇതൊക്കെ താഴെ ചെറിയ ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഇത് പിന്നെ വേറെ കുറെ പരിപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താണ്? ഇതെന്തൊരു വേരല്ലേ? ഓ എന്റെ പൊന്നല്ലേ, അവിടുത്തെ പുഴുവിനെ കണ്ടോ നീ? നമ്മുടെ ഈ കിടത്തറുണ്ട്. അത്ര വണ്ണമുണ്ട്. നിനക്ക് ഓരോരുത്തരെ പിടിച്ചു നോക്കാൻ തിന്നു നോക്കാൻ പറഞ്ഞു. പിന്നെ എന്തിനാ, നമുക്ക് താഴെ എത്തിയിട്ട് തിന്നാം. താഴെ എത്തിയിട്ട് വേവിച്ച് കിട്ടുവാണെങ്കിൽ തിന്നാം എന്തായാലും. അതന്നെ. ഇവിടുത്തെ വേറൊരു ഐറ്റമാണ് ബാംബു ഷൂട്ട്സ്. അതല്ലേ? അതായത് നാഗാലാൻഡിലെ മെയിൻ ഒരു ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് വിത്ത് ബാംബു ഷൂട്ട്സ് ആണ്. അതായത് പോർക്ക് മീറ്റ് വിത്ത് ബാംബു ഷൂട്ട്സ്, റൈറ്റ്? അതിൻ്റെ ഒരു ബാംബു ഷൂട്ട്സ് ആണ് ഈ കാണുന്നത്. അപ്പം ഓണാണ് 100 രൂപ അല്ലേ ബാംബു ഷൂട്ട്സ്. പിന്നെ ഇത് ഇവിടുത്തെ കടകളിലൊക്കെ തന്നെ കുറെ മുളകും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ രാജമിർച്ചി ഏതാണോ? കടല എന്താ വേണ്ട? ചെറിയ ചെറിയ സാധനങ്ങളാണ്. ദിസ് ഈസ് രാജമിർച്ചി. $100 രൂപയാണ് ഇത്ര ഒരു ഇതിന്. ഇതാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും എരിവുള്ള ഒരു മുളകാണ് ഈ കാണുന്നത്. എരിവുള്ള ടൈപ്പ് ഒരു മുളകാണ് ഈ കാണുന്നത്. 100 രൂപ. 100 അല്ല, ഈ ഒരു ഇത്രയുള്ള ഇതിന് 100 രൂപ. ആപ്കാ നാം ചെല്ലില്ല. ഇത് പിന്നെ വേറെ പച്ചക്കറി മാർക്കറ്റാ അല്ലേ? ഇവിടെ പച്ചക്കറി സംഭവം മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലേക്ക് മാത്രം മറ്റേ ഈ പുഴു അങ്ങനെയുള്ള സാധനം. ഇതൊരു വേറെ ഇറച്ചിക്കടയാണ്. ആറൻ വെജിറ്റബിൾ സ്റ്റോപ്പ് എന്നാണല്ലോ ചോദിച്ചത്. ഇത് പോർക്കല്ലേ? ഫുള്ള് പോർക്ക്. അതിന്റെ കുടലാടാ, കുടലും കാര്യങ്ങളൊക്കെയാണ്. ഇതിവിടെ ഫുൾ ഉണക്കമീനാണ്. വെറൈറ്റി മീനുകളാട്ടല്ലേ അല്ലേ? ഉണക്കമീനുണ്ട്. പിന്നെ നമ്മുടെ മരഞ്ഞിലൊക്കെ ഇല്ലേ, അതേ ഇരിക്കണു അല്ലേ? ചുരുട്ടി വെച്ചേക്കുവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉണക്കമീനും കാര്യങ്ങളൊക്കെ. ഇതിന്റെ പല്ല് കണ്ടോ? പിരാനയാടാ. പിരാന ഉണ്ടല്ലേ? ഇങ്ങോട്ടോ. ഇത് മറ്റേ സാധനം ചേട്ടാ പറഞ്ഞ കക്കയല്ലോ. സ്നെയിൽസ് ഉണങ്ങിയല്ലേ? സ്നെയിൽസ്. ഹൗ മച്ച് ഫോർ 1 കിലോ? ഇതിവിടെ പ്രാവ്. ഇത് പ്രാവല്ലേ? അവിടെ പ്രാവ്. ഇത് മറ്റേ കാടക്കോഴിയാണ്. ഇത് സ്നെയിൽസ് ഉണ്ട്, വേമുണ്ട്. ഹൗ മച്ച് ഫോർ 1 കിലോ? 100. ഓക്കെ. ഇതായിരിക്കണം അടുത്ത വെറൈറ്റി സാധനം. 2 ടൈപ്പിലുള്ള പുഴു. ഈ 2 ടൈപ്പുള്ള പുഴു ഉണ്ട് കേട്ടോ ഇവിടെ. നീ എങ്ങോട്ടൊന്നും ആയിരിക്കണം. ഉണ്ടോ? ആര് ഇതാണ് ഒരു പുഴു.
ഈവനുണ്ട് കേട്ടോ. How much for this? കിലോ 700. ഓ 700 രൂപയുടെ സാധനം. ഭയങ്കര റേറ്റ് അല്ലേ? ഇവിടെ വേറെ ഒരു പുഴുണ്ട്. ഇവിടെ തവളയുണ്ട് കേട്ടോ. ഈ കാണുന്ന തവളകളാണ്, വലിയ തവള അല്ലേ? തവളക്ക് എത്ര രൂപ? തവളക്ക് ഹൗ മച്ച് ഫോർ ഫ്രോഗ്? 300 4 കിലോ അല്ലേ? ചാടി പോന്നു. അപ്പൊ ഇവിടെ എല്ലാരും കുറെ കാഴ്ചകൾ. ഇതാണ് ബാംബു ഷൂട്ട്. ഇത് ബാംബു ഷൂട്ട് റൈറ്റ്? No, this is not bamboo shoot. വാട്ട് ഈസ് ദിസ്? This is lychee. ഓ ഇത് പിന്നെ ഒരു ഇവിടുത്തെ പിക്കിൾ എന്ന് പറഞ്ഞു. പിക്കിൾ ഇടുന്ന സാധനമാണ്. കിങ് ചില്ലി. You make this. പിക്കിൾ ആൻഡ് ചട്നി ഇൻ ചട്നി റൈറ്റ്? നല്ലൊരു മണം. അതുകൊണ്ടോ മണം എന്താണ്? നാരങ്ങയുടെ മണം. നാരങ്ങ. ഓ The smell is good. ഇതായിട്ട് സാധനം. പിന്നെ ഇതിവിടെ വേറെ വേറെ പല പല സാധനങ്ങളുണ്ട്. Kerala. This is local tomato. ടൊമാറ്റോ. ഓ ചെറിയ ടൊമാറ്റോ. ഓ തീരെ ചെറുതാണ്. അതെ, നമ്മുടെ നെല്ലിക്കനേക്കാളും കുഞ്ഞു ടൊമാറ്റോ അല്ലേ? പിന്നെ നമ്മുടെ ഇവിടുത്തെ സാധനം മറ്റേ ആര്യവേപ്പല്ലേ? ആര്യവേപ്പില. ഇത് ചേമ്പുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, നമ്മുടെ പറമ്പിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം വെട്ടി. പിന്നെ ഉള്ള കൂടുതലുള്ള പട്ടിയിറച്ചി അതങ്ങോട്ട് വന്നേ ഉള്ളൂ. പട്ടിയിറച്ചി ഞാൻ കിട്ടുന്നില്ലല്ലോ. തപ്പി മടുത്തു. അച്ചായ. Visit us again. ഓക്കെ. താങ്ക് യു. ഇവിടെ വേറെ കാണുന്ന കാഴ്ചയാണ്. ഇതുകൊണ്ട് ബാസ്ക്കറ്റുകൾ സ്വന്തമായിട്ട് നെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നു. അവിടെ കണ്ടായിരുന്നു. തവളയുണ്ട് കേട്ടോ. തവളയുണ്ട്. അത് സ്നേൽസും ഉണ്ട്. ഇവിടെ വേറെ സൈസ് പാറ്റ പോലത്തെ സാധനം. വാട്ട് ഈസ് ദിസ്? ഹൗ മച്ച് ഫോർ ദിസ്? 100. ഓ ഫോർ ദിസ് മച്ച്. കടക്കാർക്ക് പറയാൻ മടിയായിട്ട് ഇവിടെ മേടിക്കാൻ വന്ന രീതി നമുക്ക് പറഞ്ഞു തന്നെ. അത് തന്നെ കണ്ടോ, വേറെ ടൈപ്പ് പുഴുവാണേ. പുഴു അല്ല, ഇത് സൈസ് പാറ്റ പോലെ. ചെറിയ കുഞ്ഞ് പാറ്റ ചെയ്തോണ്ടോ? കണ്ടു. പാറ്റയാണല്ലേ? അതിന്റെ അപ്പുറത്ത് ആ വലിയ പുഴു കിടപ്പുണ്ട്. മറ്റേ സാധനം മറ്റേ അവിടെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഇതാട്ടോ. വേറെ ടൈപ്പ് സാധനം. വാ, ഇതുപോലെ ഇനി അപ്പുറത്ത് ഇതുണ്ട്. ഇവിടെയും പുഴുക്കളുണ്ട്. കുറച്ചൊരു വെറൈറ്റി സാധനങ്ങളൊന്നും കാണുന്നില്ലോ. പുഴുവാണ് മെയിൻ. അതെ ഇച്ചിരി ആ സാധനം തപ്പി മടുത്ത് കണ്ടില്ല. അങ്ങോട്ടും എന്ത് പട്ടിയടിച്ച എവിടെയാണോ ആവോ? അതെവിടെ ഈ പ്രാവുകളുണ്ട് കേട്ടോ. അപ്പം പ്രാവുകൾ ഇവിടെ പണ്ട് മറ്റേ കരടി, മാന്, പക്ഷെ അതൊക്കെ മറ്റേ നിയമല്ല, അതൊക്കെ മറ്റേ പ്രൊട്ടക്റ്റഡ് ആക്കിയില്ലേ? അതിനുശേഷം ഇതൊന്നും ഇപ്പൊ കരടി സംഭവങ്ങളൊന്നുമില്ല. അതെ, പണ്ട് ഇങ്ങോട്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ സിംഹം കടുവ വരണ്ടെന്ന് പറഞ്ഞ്. സിംഹമല്ല മറ്റേ നല്ല പിടിച്ചിട്ട് നമ്മളോട് കണ്ടവരൊക്കെ പറയില്ല, പണ്ടൊക്കെ പിടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഫണ്ടിങ്ങൊക്കെ അതെ ഈ വാട്സപ്പ് സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതിനു ശേഷം ഇവിടെ ഉള്ള ഒത്തിരി സാധനങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഷെയർ ചെയ്തും പോസ്റ്റ് ചെയ്തും ഇങ്ങനെ ഇവിടെ സംഭവങ്ങളാണെന്നൊക്കെ പറയുന്നതിന് ശേഷം ഒത്തിരി ബാനുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടി. വംശനാശ ഭീഷണിയൊക്കെ നേരിടുമല്ലോ ഇങ്ങനെയുള്ള. അതെ, നമ്മുടെ ഇരിക്കുന്ന പുഴുക്കളെ കണ്ടാ എങ്ങോട്ടാ ഇതായിട്ടാ അങ്ങനെ എങ്ങോട്ടാ ഏട്ടൻ? കറി വെച്ച് കഴിക്കാനായിട്ട്. ഓ ഇതൊന്ന് വറുത്ത് കിട്ടാറുണ്ട്, രണ്ടെണ്ണം തിന്നാറുന്നു. അപ്പൊ എന്തേ പുഴുവിന്റെ ഒപ്പം നമ്മൾ തേടി ഇടുന്ന കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്? ഇത് നമ്മുടെ മെയിൻ സാധനം പട്ടിയിറച്ചി അല്ലേ? ഈ ഇത് പട്ടിയുടെ വാലാണ് കാണുന്നത്. അതുപോലെ വാരയില് പിന്നെ ബാക്കി ഇറച്ചികളല്ലേ കാണുന്നത്. ഇതിന് കിലോയ്ക്ക് എത്രയാ? 500 രൂപ. 500 രൂപയല്ലേ കിലോയ്ക്ക്? കാലടാ എൻ്റെ അമ്മ. ഈ ഇതൊരു പട്ടിയുടെ കാലാണ് ഈ കാണുന്നത്. കുഞ്ഞു പട്ടിയാന്ന് തോന്നുന്നു. കുഞ്ഞാന്ന് തോന്നുന്നു. സൈസൊന്നുമില്ല. എന്നാ പട്ടിയാണോ? എവിടുന്ന് പിടിച്ചാണോ? ദൈവത്തെ അറിയാലോ. ആ കേരള അക്കുത്ത നെയ് മാർത്തേ. കിലോ 500 റൈറ്റ്? കിലോ 500. ആൾക്കാരൊന്നും ഒത്തിരി മേടിച്ചോണ്ട് പോകുന്നില്ല. ഇത് ശരിക്കും ഒരു കിലോ ആണ്. ഇതിനകത്ത് ഒരു വാരല് വരും, ഒരു കാല് വരും, പിന്നെ ഇത് കരളും വരും, പിന്നെ ഒരു വാലും. ഇത് ഇവിടെ ഒക്കെ പട്ടിയിറച്ചിണ്ടാ. ഈ ഒരു സൈഡ് അങ്ങോട്ട് ഈ ഒരു സൈഡിൽ 3-4 കടകളിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അതെ ഉണ്ടല്ലേ. ഇതിനകത്ത് എല്ലാം പട്ടിയിറച്ചിയാണ്. ഇവർ എവിടുന്ന് പിടിക്കുന്നതല്ലേ? മറ്റേ ആ കൂട്ടിലിട്ട സെറ്റപ്പ് ഇവിടെ കാണാൻ പറ്റുമായിരുന്നില്ലേ? അതെ, അങ്ങനെ മുഴുവനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തൊലി പൊളിക്കാൻ പറ്റില്ല. ഇവർ വെട്ടി ന്യൂർക്കിയാണ് പീസൊക്കെ ഇടാൻ കൊണ്ടുപോന്നെ. കണ്ട ഫുള്ള് രോമം കളഞ്ഞിട്ട് മറ്റേ പന്നിയൊക്കെ പഠിക്കില്ല, പന്നീനൊക്കെ പഠിക്കില്ല. ആ സെറ്റപ്പിൽ തന്നെ അതുപോലെ പഠിച്ചാലേ. ഓക്കെ. Take videos but don't post in YouTube.
ഗൈസ്, അപ്പം ഞങ്ങളിത് ഡോഗ് മീറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. കെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഡോഗ് മീറ്റിന് എന്നാ റേറ്റ്? അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തേക്കണേ ഹാഫ് പ്ലേറ്റ് അല്ലേ? അപ്പൊ 4 പീസ് ഉണ്ടെന്ന് പറഞ്ഞത്. പോർക്കിന് 200, ബീഫിന് 200, ഡോഗിന് 250. അപ്പൊ നമുക്ക് ഒരു അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഏതാ ഡോഗ് മീറ്റ്? ഡോഗ് മീറ്റിന് 4 പീസിന് 200 രൂപ അല്ലേ? അതെ അതെ. അപ്പൊ ഇതാണ് ഡോഗ് മീറ്റ്. ഡോഗ് മീറ്റ് എടുത്തോണ്ടിരിക്കുവാണേ. അപ്പൊ നമ്മളിത് ഡോഗ് മീറ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് പട്ടികൾ കഴിക്കാൻ പോണേ. എങ്ങനെയുണ്ട്? അടിപൊളി. നല്ലാണോ? ചിക്കന് ഒരു പന്നീടെ കൂടി കൂടി. പന്നീര് മിക്സാ. അതെയോ? നീ അച്ചോക്കി അതെ പന്നീരല്ലേ? പക്ഷേ 170 രൂപയ്ക്ക് കുറച്ച് അധികം ഉണ്ട് കേട്ടോ അല്ലേ? ആണോ? പട്ടിയിറച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കഴിക്കാൻ. കാരണം നമുക്ക് പട്ടീനെ ഭയങ്കര ഇഷ്ടമായത്. പിന്നെ നമ്മുടെ കഴിച്ച് ഓരോ പീസ് വായിട്ടൊക്കെ നമ്മള് പട്ടീനെ ഓർമ്മ വരും. ഭയങ്കര പാടാണ്. ഇവിടെ സ്മെല്ലും അങ്ങനെ ഉണ്ടോ? സ്മെല്ലും സ്മെല്ലൊന്നുമില്ല. ഇറങ്ങിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് ഒരു ചെറിയൊരു പീസ് എടുത്തു. അതുകൊണ്ട് 100 രൂപ മേടിച്ചോളൂ. ഞാൻ ആ ചെറുതൊരു കഷ്ണം നിന്നോണ്ട് എനിക്ക് അതിമ കുഴപ്പം തോന്നിയൊന്നുമില്ല. എന്നാലും ആദ്യമായിട്ട് കഴിക്കുന്നതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഞങ്ങൾ ഡോഗ് മീറ്റ് ട്രൈ ചെയ്തു. നമ്മൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ? കാരണം ഇവിടെ നാഗാലാൻഡിൽ വന്നിട്ട് ഡോഗ് മീറ്റ് കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറവാണ്. കാരണം ഇന്ത്യയിൽ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഈ കൊഹിമ മാർക്കറ്റ് മാത്രമാണ് ഡോഗ് മീറ്റ് കിട്ടുള്ളൂ ഇന്ത്യയിൽ. അപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തു. എന്തായാലും ഇവിടെ വന്നു കഴിച്ചു. പിന്നെ നമുക്ക് പുഴു കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുഴുവിൻ്റെ ഇവിടെ നമുക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇവിടുന്ന് കടയിൽ നിന്നും കിട്ടില്ല. മറ്റേ സംഭവം കിട്ടത്തില്ല. അപ്പോൾ അറിയാണ്ട് കുക്ക് ചെയ്ത് വെറുതെ പണി പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ ഡോഗ് മീറ്റ് കഴിച്ചപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്ക് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ആ ചെറിയൊരു പട്ടിയുടെ എന്നുള്ള സംഭവമായതുകൊണ്ട് എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അതിന് അത്യാവശ്യം ഒരു പന്നിയുടെയൊക്കെ പോർക്കില്ലേ, അതെ അതെ, അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓരോ പീസ് എടുത്ത് വായിലോട്ട് ഒരു കൂടി ഒരു കുഞ്ഞു പീസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു പീസ് എടുത്ത് വായിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പട്ടികളുടെ ഓർമ്മ വരും. കാരണം നമുക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് ഇറങ്ങി പോകാൻ ഭയങ്കര പാടാണ്. ചവച്ചിങ്ങനെ വിഴുങ്ങുകയാണ് ചെയ്യണം. എന്നാലും നമുക്ക് ടേസ്റ്റും കാര്യങ്ങളും എന്തായാലും കിട്ടിയല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ കോഴീനെ കൊന്നു തിന്നാ ഇവിടെ അതുപോലെ തന്നെ പട്ടീനെ കൊന്നു തിന്നാ അത് വേറെ ഒന്നും സംഭവങ്ങളില്ല. അതിനകത്ത് അത് തന്നെ വളർത്തു പട്ടികളല്ല ശരിക്കും. അത് ഇവരൊരു ട്രഡീഷനാണ്. ഇവര് റെസ്ലിംഗ് പോകുന്നതിന് മുമ്പ് റെസ്ലിംഗിന് ശേഷം ഇത് കഴിക്കും. കാരണം ഇതൊക്കെ നല്ല പ്രോട്ടീൻ സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജോയിൻസിനെ കുറച്ചുകൂടെ ഉറപ്പ് കിട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പറയണം കേട്ടോ. അതെ അതെ. പിന്നെ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. അത് കണ്ണെടുത്ത് ചെയ്യുന്ന പരിപാടിയുണ്ട്. പിന്നെ ഇവരുടെ മൈൻഡ് സോളൊക്കെ പ്യൂരിഫൈ ആവുമെന്ന് പറയുന്നുണ്ട്. അതിന് പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ബോൺസിന് തേയ്മാനമൊക്കെ ഉണ്ടെങ്കിൽ പട്ടിയിറച്ചി കഴിച്ചാൽ നല്ലതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പം നമ്മുടെ ആ ഒരു കൊഹിമ മാർക്കറ്റ് ഡോഗ് മീറ്റ് സംഭവങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും തീർന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇവിടുന്ന് നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകണേ? നമുക്കിനി ദിമാപൂർ നമ്മൾ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ എങ്ങനെ 2-3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അവിടെ വരെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിന്ന പമ്പിലാണ് സ്റ്റേ ചെയ്യാൻ നോക്കണേ. അവിടെ ചെന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ശിവസാഗർ പോകണം. അത് കഴിഞ്ഞ് ആ റൂട്ട് കയറി നമ്മൾ വീണ്ടും നമ്മുടെ നാഗാലാൻഡിലോട്ട് പിന്നെയും കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരുണാചൽ തവാങ് ആ റൂട്ടാണ് നമ്മൾ പിന്നെ പോകാൻ പോണേ. അതോടെ നോർത്ത് ഈസ്റ്റ് എന്തായാലും കംപ്ലീറ്റ് ആവും. അപ്പം നമ്മൾ കിടിലം സംഭവങ്ങൾ ഇനി വരുന്നതാണ്. അതെ, നമ്മുടെ ഹെഡ് ആൻഡ് ട്രൈബ്സ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസൊക്കെ മിസ് ചെയ്യേണ്ടതാണ്.